ഹലോ, നാത്തൂൻസ് സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലൂബെറി ബട്ടർ കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഈ കേക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലൊരു ക്രംബിൾ ടോപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ബ്ലൂബെറീസും ബ്രൗൺ ഷുഗറും ബട്ടറൊക്കെ വെച്ചിട്ട് അത് കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും, എനിക്ക് ഉറപ്പാണ്. ഈ റെസിപ്പി അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേമസ് ഓസ്ട്രേലിയൻ ഷെഫായ ബിൽ ഗ്രൈഞ്ചറിൻ്റെ ബിൽ സിഡ്നി ഫുഡ് എന്ന് പറയുന്ന ഒരു കുക്ക് ബുക്കിൽ നിന്നാണ്. ഞാൻ ആ ഒറിജിനൽ റെസിപ്പിയിൽ ബ്ലൂബെറീസിൻ്റെ അളവിനൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാ ബട്ടർ കേക്കും പോലെ ഇതും ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അളവുകളെല്ലാം കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. ഞാൻ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. ആദ്യം ഇതിലേക്ക് വേണ്ട ടോപ്പിംഗ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗറും ബട്ടറും മൈദയും കൂടെ ഫിംഗർ ടിപ്സ് വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/3 കപ്പ് കോൾഡ് ആയിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ടോപ്പിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ബട്ടർ കോൾഡ് ആയിരിക്കണം, മെൽറ്റഡ് ആയിരിക്കരുത്. കോൾഡ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്ചറിൽ ഇത് കിട്ടൂ. നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ നനഞ്ഞ് ഇരിക്കില്ലേ, ആ ഒരു ടെക്സ്ചറിലായിരിക്കണം ഇതുണ്ടാവേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മൈദ ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഇതെല്ലാം നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറും ഷുഗറും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് കുറച്ച് ലൈറ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടും വരുന്ന വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബട്ടറും ഷുഗറും നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോന്ന് ചേർത്ത് കഴിഞ്ഞിട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബട്ടറും എഗ്ഗും ഷുഗറും എല്ലാം നന്നായിട്ട് മിക്സായി. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഓൾട്ടർനേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം നമ്മുടെ മൈദ, ബേക്കിംഗ് പൗഡറും ഉപ്പും കുറച്ച് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സോർ ക്രീം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് കുറച്ച് സോർ ക്രീം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ചല്ല ചേർത്ത് ഇളക്കുന്നത്, കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഓൾട്ടർനേറ്റ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോർ ക്രീമിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഞാനിവിടെ ഒരു 9 ഇഞ്ചിൻ്റെ സ്പ്രിംഗ് ഫോം പാൻ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ റെഡിയാക്കിയ ബാറ്റർ നമ്മൾ ആ സ്പ്രിംഗ് ഫോം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത കേക്ക് ബാറ്റർ ഫുള്ള് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്ലൂബെറീസ് ഇട്ട് കൊടുക്കാം. ആക്ച്വൽ റെസിപ്പിയിൽ 2 കപ്പ് ബ്ലൂബെറി ആണുള്ളത്. ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. 1 കപ്പ് തന്നെ എനിക്ക് ധാരാളമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ബ്ലൂബെറീസ് ഒരു 3-4 എണ്ണം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഇപ്പോൾ ചേർക്കുന്നുണ്ട്. 3-4 എണ്ണം അവസാനം മേളിലൊന്നൊരു ഗാർണിഷിങ്ങിന് വേണ്ടി ഇടാന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ബ്ലൂബെറീസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലേ ടോപ്പിംഗ് മിക്സ്ചർ, നമ്മുടെ ബ്രൗൺ ഷുഗറും മൈദയും കോൾഡ് ആയിട്ടുള്ള ബട്ടറൊക്കെ ഉള്ള മിക്സ്ചർ, അതിട്ട് കൊടുക്കാം. അത് ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ മാറ്റി വെച്ച 3-4 ബ്ലൂബെറീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ റെഡിയായി. അപ്പോൾ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഒരു 50 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. എനിക്കൊരു 55 മിനിറ്റ് ഒക്കെ ആയപ്പോഴാണ് ഇത് റെഡി ആയിട്ട് വന്നത്.
ഒരു 50 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കേക്കിൻ്റെ നടുക്കൊരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കാം. അപ്പോൾ സ്ക്യൂവർ ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി. എനിക്കൊരു 55 മിനിറ്റ് എടുത്തു. പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ടിന്നിൽ തന്നെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വയർ റാക്കിലേക്ക് മാറ്റി വെക്കാം. ഈ കേക്ക് വാമായിട്ടോ റൂം ടെമ്പറേച്ചറിലോ ഫ്രഷ് ക്രീമിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഈ കേക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ടേസ്റ്റ് ആ ടോപ്പ് പാർട്ടിനാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ.